വെൽക്കം ടു ഓൾ. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ PSC ആവർത്തിച്ച ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. നമ്മുടെ ചാനലിൽ പുതിയ SCRT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 5ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും SCRT കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ PSC ആവർത്തിച്ച ചോദ്യങ്ങളും SCRT ചോദ്യങ്ങളും SCRT പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? നമുക്കറിയാലേ, നമ്മൾ 9ാം ക്ലാസ്സിൽ SCRT പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഓരോ മൺസൂണിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് എന്നുള്ളത് ബംഗാൾ കടുവയുടെ ആ ഒരു ആവാസ കേന്ദ്രം ഉള്ളത്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പഠിച്ചു വെക്കാം കേട്ടോ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? കണ്ടൽ വനങ്ങളാണ്. ഇത് നമുക്ക് വനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇലപ്പുഴയും കാടുകളൊക്കെ പറയുന്നതൊക്കെ ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാം. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ ഈ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം അല്ലാതെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ കണ്ടൽ വനങ്ങളാണ് ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലാണുള്ളത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് അല്ലേ. നർമ്മദയും താപ്തിയൊക്കെ എന്താണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ നദിയും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നർമ്മദയാണ് ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ നദി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ്? സുന്ദരവനം ഡെൽറ്റ എന്ന് പറയുന്നത് ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായിട്ടാണ് രൂപപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ സുന്ദരവനം ഡെൽറ്റ നമ്മൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഏത് ഭാഗത്തായിട്ടാണ്? കിഴക്ക് പ്രദേശങ്ങളിലായിട്ടാണ് അല്ലേ. കിഴക്ക് ഭാഗങ്ങളിലായിട്ടാണ് ഈ സുന്ദരവനം ഡെൽറ്റ കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഗംഗയും ബ്രഹ്മപുത്രയുമാണ് ആൻസർ വരുന്നത്. ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും നിക്ഷേപ ഫലമായിട്ടാണ് സുന്ദരവനം ഡെൽറ്റ രൂപം കൊണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥാപിതമായത് എവിടെയാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥാപിതമായത്. അതുപോലെ തന്നെ ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ട് സൗരോർജ്ജ പാനൽ ഉപയോഗിച്ചിരിക്കുന്ന വിമാനത്താവളം ഏതാണെന്നല്ലേ. ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അസാമാണ് മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് അസാമിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല ഏതാണ്? ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല ഏതാണ്? മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ളത്. നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് അറിയാം അല്ലേ, നമ്മൾ അപ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പഠിച്ചിട്ട് പോവാണ്. 1, 2, 3 പ്രാവശ്യം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാരണം പഠിച്ചു പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ പഠിച്ചു പോകാം. പിന്നെ നമുക്ക് വീണ്ടും ആ ഒരു ക്ലാസ്സിനായിട്ട് വീണ്ടും പഠിക്കേണ്ട കാര്യമല്ലോ. നമുക്ക് ആ ഒരു ക്ലാസ്സിൽ തന്നെ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു പോകാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? അപ്പം മൺസൂൺ വീണ്ടും ചോദിച്ചു അല്ലേ. ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ നമുക്കറിയാമല്ലേ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു മൺസൂണാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. നെക്സ്റ്റ്, ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ഈ ആര്യങ്കാവ് ചുരം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. കാര്യം ഈ ഒരു ഭാഗം എന്ന് ചോദിക്കാറുണ്ട് എപ്പോഴും. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ദേശീയപാത ഏതാണ്? NH 744 കേട്ടോ. NH 744 ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം നോക്കിയേ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാടാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാട്.
നെക്സ്റ്റ്, കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല എന്ന് പറയുന്നത് ഏതാണ്? പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? പാലക്കാടാണ് ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ. എപ്പോഴും ചോദിക്കാറുണ്ട് പരുത്തി റബ്ബറിനൊക്കെ അനുയോജ്യമായ മണ്ണ്. കരിമ്പും അതുപോലെ തന്നെ കരിമ്പിനും പരുത്തിക്ക് അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് ഏതാണ്? കറുത്ത മണ്ണാണ്. കരിമ്പിനും പരുത്തിക്കും അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് ഏതാണ്? കറുത്ത മണ്ണാണ്. ഇത് നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്, പാലക്കാടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിലാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് എവിടെയാണ്? ഇടുക്കിയിലാണല്ലേ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണല്ലേ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. നെക്സ്റ്റ്, കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? നൂറനാടാണ് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത്. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന ജലാശയം ഏതാണ്? അയ്യങ്കാളി ട്രോഫി വെള്ളായണിക്കായലിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടിയും പറഞ്ഞു പോകാം. അപ്പോൾ ഒന്നുകൂടിയും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ആലോചിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് എവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പരുത്തി, കരിമ്പ്. അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, എന്നാലും നോക്കിക്കോ. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏത് മൺസൂണിൽ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതാണ്? കണ്ടൽ വനങ്ങൾ. ബ്രഹ്മ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? നർമ്മദ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഏതാണ്? ഗംഗയും ബ്രഹ്മപുത്രയും. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? ആസാം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ച നിരക്കുള്ള ജില്ല? മലപ്പുറം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത? NH744. തെക്കൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം? വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല? പാലക്കാട്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം? നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല? കണ്ണൂർ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം? വെള്ളായണിക്കായൽ. പഠിച്ചല്ലോ. ഇത്രയും ഭാഗം പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കുമളിയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കുമളിയാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ? ആലുവയിലാണ് കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ ആലുവയിലാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ തന്നെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടിയിലാണ് സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത്. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? നമുക്കറിയാം അല്ലേ, ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി എന്ന് പറയുന്നത് ഇതാണ്, അയണോസ്ഫിയർ. നെക്സ്റ്റ്, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമിക്കുന്ന ആരാണ്? നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലേ, CEO ആരാണ് നിയമിക്കുന്നത്? CEO ആരാണ് നിയമിക്കുന്നത്? പ്രധാനമന്ത്രിയാണല്ലേ എല്ലാവരും നിയമിക്കുന്നത്.
നെക്സ്റ്റ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098 കേട്ടോ. 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത്. എത്രയാണ്? 1098. നെക്സ്റ്റ് വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ആരുടെയാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ്റെ സൃഷ്ടിയാണ്. വിത്തും കൈക്കോട്ടും ആരുടെ കൃതിയാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ജൂളാണ്. എനർജി അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂളാണ്. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകണമെന്ന് തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. തെലുങ്കാനയിലെ പിള്ളേർക്കാണ്ടോ ജനിച്ചപ്പോൾ തന്നെ ആധാർ നൽകി തുടങ്ങിയതാണ്. നെക്സ്റ്റ് 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്തായിരുന്നു? 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ നരേന്ദ്രമോദി തുടക്കം കുറിച്ചൊരു പദ്ധതിയായിരുന്നു. ഏതെന്ന് പറയുന്നത്? രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടങ്ങാം. രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടിയും പറഞ്ഞു പോകാം. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം വെള്ളായണിക്കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ ആലുവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് മേപ്പാടി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി അയണോസ്ഫിയർ. നീതി ആയോഗിൻ്റെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്ന പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. വിത്തും കൈക്കോട്ടും വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂള്. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലുങ്കാന. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് രാജ്യത്ത് 5G സേവനങ്ങളുടെ തുടക്കം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ ഏതാണ്? ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് അതായത് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ ഏതായിരുന്നു? പ്രചണ്ഡ് കേട്ടോ. പ്രചണ്ഡ്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ് ചാനൽ അല്ലേ. അതിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന കാർഷിക പരിപാടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൂറുമേനിയാണ്. വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വൈറ്റമിൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ക്ലാസ്സിലും പറയുന്നത് കേട്ടോ. അപ്പം നോക്കാം. വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയാണോ? വൈറ്റമിൻ എയുടെ രാസനാമം എന്ന് പറയുന്നത് റെറ്റിനോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? റെറ്റിനോൾ ആണോ? ശരിയാണല്ലേ. വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ ആണ്. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗമുണ്ടാകുന്നു. അതും ശരിയാണല്ലേ. നിശാന്തത എന്ന് പറയുന്ന രോഗം നമ്മൾ വൈറ്റമിൻ എനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ അല്ലേ. ചേമ്പില, മുരിങ്ങയില, പയറില, പാല് ഉൽപ്പന്നങ്ങളിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ എ ഉണ്ട്. കരളിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ എ ഉണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? നമ്മൾ അസ്ഥികളെ കുറിച്ചിട്ട് 9ാം ക്ലാസ്സിൽ SCERT ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്തായിരുന്നു? ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. നമുക്കറിയാമല്ലേ, മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ് എന്ന് പറയുന്ന 3 ചെവിയുടെ അസ്ഥികളാണ് മാലിയസും ഇംഗസും സ്റ്റേപ്പീസും. ഈ സ്റ്റേപ്പീസാണ് ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? റിപ്പീറ്റഡ് ഉണ്ടോ? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണുത്തിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി ഏതാണ്? തെന്മലയാണല്ലേ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. തെന്മലയാണ് ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? അതും ചോദിക്കാറുണ്ടല്ലേ. വൃക്കയാണ്. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം. നെക്സ്റ്റ് കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്.
രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതു ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പിണ്ഡമാണ് കേട്ടോ. പിണ്ഡമാണ്. നമ്മൾ കറക്റ്റ് നമ്മൾ സമവാക്യങ്ങളൊക്കെ എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 1, 2, 3 അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അവിടെ എന്താണ് ചേഞ്ച് വരുന്നത്? പിണ്ഡത്തിലാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ ഒന്നും കൂടി നോക്കാം. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് രാജ്യത്തെ 5G സേവനങ്ങളുടെ തുടക്കമായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയാണ് നൂറുമേനി. വൈറ്റമിൻ എയെ കുറിച്ച് പറയുന്നത് വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോളാണ്. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ വിഷാദത എന്ന രോഗം ഉണ്ടാകുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ആസ്തിയുടെ പേരെന്താണ്? സ്റ്റേപ്പീസ് ആണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി. ഇന്ത്യയുടെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി തെന്മല. 2020 നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീര ഭാഗം ഏതാണ്? വൃക്കയാണ്. കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? പിണ്ഡമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആറ്റോമിക് നമ്പർ അല്ലേ? ആറ്റോമിക് നമ്പർ. ആദ്യം ആറ്റോമിക് മാസിനനുസരിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആറ്റോമിക് നമ്പറിനനുസരിച്ചിട്ടല്ലേ മൂലകങ്ങളെ ക്രമീകരിച്ചത്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയർ ഏതാണ്? മെർക്കുറിയുടെ അയർ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് മെർക്കുറിയുടെ അയർ? ഏതാണ്? സിന്നബാർ ആണ് അല്ലേ? സിന്നബാർ ആണ്. ബോക്സൈറ്റ് എന്തിനാണ്? ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെയാണ്. ഹാമറ്റൈറ്റ് എന്തിനാണ്? കമനൈറ്റ്. ഹാമറ്റൈറ്റ് ഒക്കെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പറയുന്നതാണ്. ബോക്സൈറ്റ് അലുമിനിയത്തിയാണ്. കോപ്പർ ഗ്ലാൻസ് എന്തിനായിരിക്കും? കോപ്പറിനായിരിക്കും. സിന്നബാർ എന്ന് പറയുന്നത് മെർക്കുറിയുടേതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ എന്ത് കാരണം കൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഷർ കുക്കറിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആഹാര സാധനങ്ങൾ വേവിക്കാൻ പറ്റില്ലേ? അപ്പോൾ എന്ത് കാരണമായിരിക്കാം അവിടെ സംഭവിക്കുന്നത്? ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ? ഏതായിരിക്കാം? മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കും. മർദ്ദം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ് പ്രഷർ കുക്കറിൽ പെട്ടെന്ന് ആഹാര സാധനങ്ങൾ വേവുന്നത്. നെക്സ്റ്റ്. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്ന് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചു. അതായത് ഈ പറയുന്ന ഏത് ഗുണമാണ്? ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റേതായിട്ടുള്ള അവസ്ഥ തുടരുവാനുള്ളൊരു പ്രവണതയുണ്ട്. അതിനെന്താണ് പറയുന്നത്? ജഡത്വം എന്നാണല്ലേ പറയുന്നത്. ജഡത്വം എന്നാണ് അതിനെ പറയുന്നത്. ജഡത്വം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് എന്താണ്? ആദിത്യ L1. നമുക്കറിയാലോ ഏതൊക്കെ വിക്ഷേപിച്ച് കഴിഞ്ഞ സംഭവമാണെന്ന്. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിനെടുക്കുന്ന ദിവസം എത്രയാണ്? കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിനെടുക്കുന്ന ദിവസം എത്രയാണ്? 8 ആണല്ലേ. അത് കാരണമാണല്ലോ ഡ്രേ ഡേ ആയിട്ട് ഒരാഴ്ചയിലും ആചരിക്കണം എന്ന് പറയുന്നത്. പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗം എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. പുകവലി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ഏതാണ് ഇതിൽ? ബ്രോങ്കൈറ്റീസ് ആണ്. ബ്രോങ്കൈറ്റീസും അതുപോലെ തന്നെ എംഫോസിം ഒക്കെ എന്താണ്? പുകവലി മൂലമുണ്ടാകുന്ന രോഗമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് അല്ലേ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്, ജനീവയാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഗ്രന്ഥി ഏതാണ്? കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി. നമുക്ക് പഠിച്ചൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയർ എന്താണ്? സിന്നബാർ ആണ്. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ്. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയാണെന്ന് പറയുന്നത് ജഡത്വം എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് അത് വിശദീകരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ ഏതാ? ഹൈക്കോടതി, കേരള ഹൈക്കോടതി. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ചൊരു ക്രാഫ്റ്റാണ് അല്ലേ എന്ന് പറയുന്നത് സ്പേസ് ക്രാഫ്റ്റ് ആണ് ആദിത്യ L1. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം എത്രയാണ്? 8 ആണ്. പുകവലി മൂലമുണ്ടാകുന്ന രോഗം ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ.
നെക്സ്റ്റ്, ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏതാണ്? ചലനരഹിത സന്ധിക്ക് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ചലനരഹിത സന്ധി ഇതിൽ ഏതാണ്? തലയോട്ടിയിലെ സന്ധി എന്ന് പറയുന്നത് ചലിക്കാനായിട്ട് പറ്റില്ല അല്ലേ, ചലിക്കാനായിട്ട്. അപ്പോൾ ചലനരഹിത സന്ധിയാണ് തലയോട്ടിലെ സന്ധി എന്ന് പറയുന്നത്. ഇടുപ്പ് സന്ധി, കൈമുട്ടിലെ സന്ധി, കാൽമുട്ടിലെ സന്ധിയൊക്കെ നമുക്ക് ചലിക്കാനായിട്ട് പറ്റുന്നവയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. ഏതാണ് വിസർജനാവയവം എന്ന് പറയുന്നത്? വൃക്കയാണ് അല്ലേ, വൃക്കയാണ് ഒരു വിസർജനാവയവം എന്ന് പറയുന്നത്, വൃക്കയാണ്. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ തന്നെ റിവിഷൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ജീവികളുടെയും ഹൃദയത്തിൻ്റെ അറകളിലെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൃദയത്തിലെ 4 അറകളുള്ള ജീവി ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 അറകളുള്ള ജീവി ഏതാണ്? മനുഷ്യനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കമൻറ്റ് ചെയ്യട്ടോ, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? നെക്സ്റ്റ്, താഴെ കൊടുക്കുന്നതിൽ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വെള്ളത്തിൽ ലയിക്കുന്ന ഏതാണ്? വൈറ്റമിൻ ബിയും വൈറ്റമിൻ സി ആണല്ലേ. നമ്മൾ വൈറ്റമിനെ കുറിച്ചൊക്കെ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് പറയുന്ന കാരണമാണ് കേട്ടോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട് വൈറ്റമിൻ. അപ്പോൾ വൈറ്റമിൻ ബിയും സിയും ആണ് ജലത്തിൽ ലയിക്കുന്നത്. കൊഴുപ്പ് ലയിക്കുന്നത് ഏതാണ്? കേടാണ് അല്ലേ. കൊഴുപ്പ് ലയിക്കുന്നത് ശരീരത്തിന് കേടാണെന്ന് പഠിച്ചാൽ മതി. വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതി ഇതാണ്. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? താലോലം. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206 ആണല്ലേ, 206 മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 206. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം ഏതാണ്? ജീവിതശൈലി എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ ജീവിതശൈലി രോഗം. അപ്പോൾ ഇതിൽ ഏതാണ്? ബ്ലഡ് പ്രഷറാണ് അല്ലേ, ബ്ലഡ് പ്രഷറാണ് ഇതിൽ ജീവിതശൈലി രോഗം എന്ന് പറയുന്നത്. പനി, മഞ്ഞപ്പിത്തം, ജലദോഷമൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ, പകർച്ചവ്യാധികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? വൈറസ് ആണല്ലേ, വൈറസാണ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരിയോ? കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ബാക്ടീരിയ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം.